ഹായ് ഓൾ വെൽക്കം ബാക്ക്. AI ടൂൾസിൻ്റെ മലയാളം സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന AI ടൂളാണ് സാപ്രോ AI. ഇത് AI പവേർഡ് ടൂളാണ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പ്രൊക്യൂർമെൻറ്റിനും അതുപോലെ തന്നെ അക്കൗണ്ട്സ് പേയബിൾ ഓട്ടോമേഷനും വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ ഇൻവോയ്സ് ക്യാപ്ചർ ചെയ്യുന്ന പ്രോസസ്സ് തൊട്ട് വെൻഡർ മാനേജ്മെൻറ്റ് അതുപോലെ ഒരു സ്പെൻഡ് അനലിറ്റിക്സ് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു ടൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് 2021 ഇതിൻ്റെ ഫൗണ്ടേഴ്സ് നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. 3 പേരാണ് മെയിനായിട്ടും പറയുന്നത്. ഫിനാൻസിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ യൂസ് കേസ് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഇൻവോയ്സ് ഡാറ്റ എൻട്രി ആണ്. നമ്മളെ എല്ലാ AI ടൂളിലും ഫീച്ചറായിട്ട് പറയുന്ന പോലെ തന്നെ നമ്മുടെ പർച്ചേസ് ബില്ലിലുള്ള ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് തരികയും അത് ERP ഇൻ്റഗ്രേഷൻ വഴി ഓട്ടോമേറ്റഡ് ആവുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് അക്കൗണ്ട്സ് പേയബിൾ ഓട്ടോമേഷൻ ആണ്. നമ്മുടെ PO ഒക്കെ പർച്ചേസ് ബില്ലുമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാച്ച് ചെയ്തുകൊണ്ട് അപ്രൂവൽ ഫ്ലോ ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ടൂൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഇൻവോയ്സിൻ്റെ ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സിങ്ങിനാണ് ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തത് ഇൻവോയ്സ് അപ്രൂവൽ വർക്ക് ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു എമൗണ്ടിനെയോ അല്ലെങ്കിൽ ത്രെഷോൾഡ് ലിമിറ്റിനെയൊക്കെ വെച്ചിട്ട് വർക്ക് ഫ്ലോ സെറ്റ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ടൂൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ടാവും. ദെൻ GST കംപ്ലയൻസ്, GSTൻ്റെ ഡാറ്റ നമ്മുടെ ഒരു ഇൻവോയ്സിലുള്ള GSTൻ്റെ ഡാറ്റ എല്ലാം എക്സ്ട്രാക്ട് ചെയ്തിട്ട് GST കംപ്ലയൻസ് അനുസരിച്ച് തന്നെയായിരിക്കും ഇത് നമ്മുടെ ഫിനാൻഷ്യലിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത്. അടുത്തത് GL കോഡിംഗ് അസിസ്റ്റൻസ് ആണ്. നമ്മുടെ പാസ്റ്റ് ബിൽ എൻട്രീനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഏത് ജനറൽ ലെഡ്ജറാണ് നമ്മൾ ഈ ഒരു പർച്ചേസ് ബില്ലിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ള ഒരു സജഷൻസ് നമുക്ക് തരുന്നുണ്ടാവും ഈ ഒരു AI ടൂള്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മുടെ ERPയിലേക്ക് ഇൻ്റഗ്രേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടാലിയിലേക്കും സഹോ ബുക്സിലേക്കൊക്കെ ഇൻ്റഗ്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് എൻട്രീസ് ആയിട്ട് നമ്മുടെ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ആവുന്നുണ്ടാവും. ദെൻ വെൻഡർ മാനേജ്മെൻറ്റ്, ഒരു വെൻഡറിൻ്റെ പർച്ചേസ് ബിൽസിൻ്റെ പാറ്റേണും അതുപോലെ തന്നെ അവരുടെ വെൻഡർ പേയ്മെൻറ്റ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട്. അടുത്തത് സ്പെൻഡ് അനാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബിസിനസ്സിലുള്ള എക്സ്പെൻസിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിൻ്റെ കാറ്റഗറിയും അതുപോലെ തന്നെ അതിൻ്റെ സ്പെൻഡിങ് പാറ്റേൺസ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡാഷ്ബോർഡ് പ്രസന്റ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു AI ടൂള്. എംപ്ലോയി റീഇംബേഴ്സ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് എംപ്ലോയി ബില്ല് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ക്യാപ്ചർ ചെയ്യാനും അതിലുള്ള ക്ലെയിംസ് വാലിഡേറ്റ് ചെയ്ത് ഒരു അപ്രൂവൽ ഫ്ലോ വഴിയാണെങ്കിൽ കൊടുക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ടൂൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇത് ഓഡിറ്റ് ട്രയലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് അപ്രൂവൽ ഫ്ലോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് എൻട്രീസ് വരുന്നത്, എന്തൊക്കെ ചേഞ്ചസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു പാറ്റേൺ എല്ലാം ഈ ഒരു സിസ്റ്റം റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടാവും. ഇതിൻ്റെ പ്രൈസിംഗ് പ്ലാൻ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കറന്റ് നമുക്ക് ഫ്രീ ട്രയൽ ആയിട്ട് അവൈലബിൾ ആകുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു പ്ലാൻ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും.